ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലിസ് വിത്ത് ദാനിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് എന്താണ് മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അഫർമേഷൻ എന്നും രാവിലെ അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതണമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ എപ്പോഴും പറയുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എപ്പോഴും 24 അവേഴ്സ് ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളൊരിക്കലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡൗട്ട് അടിക്കാണ്ടിരിക്കുക. ഇങ്ങനെ ഒരുപാട് റീസൺ കൊണ്ടാണ് ചിലരുടെയെങ്കിലും മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകുന്നത്. നമ്മളൊരു കാര്യം അഫർമേഷനായിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളാണ് നമ്മളത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളുടെ ആഗ്രഹം പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാവും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു വാഹനം വാങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു എന്നിരിക്കുക. അപ്പോൾ നമ്മളെന്ത് അഫർമേഷനായിട്ട് എഴുതുക, നമ്മളെന്താ ഞാൻ ഒരു വാഹനം വാങ്ങാൻ പോകുന്നു എന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ അഫർമേഷൻ എഴുതാൻ പാടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഐ ഹാവ് ഓൾറെഡി അച്ചീവ്ഡ്, അതായത് നമ്മൾ ആദ്യമേ അത് അച്ചീവ് ചെയ്തു എന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും അഫർമേഷൻ എഴുതേണ്ടത്. ഞാനൊരു വാഹനം വാങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഞാൻ എന്താ എഴുതുക, ഞാൻ ഇന്ന കാറ്, അതായത് ഞാനിപ്പോൾ ഒരു ഫ്രോങ്സ് കാറാണ് വാങ്ങാൻ എനിക്ക് വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഞാനൊരു ഫ്രോങ്സ് കാറ് വാങ്ങിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. ഈ രീതിയിൽ വേണം നമ്മൾ അഫർമേഷൻ എഴുതാൻ. അതായത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞു, അത് എൻ്റേതായി, ആ ഒരു വാഹനം എൻ്റേതായി, ഞാൻ ആ വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നതും പാട്ട് കേട്ടിട്ട് AC ഇട്ടിട്ട് അതൊക്കെ നമ്മൾ ഫീൽ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളൊരു അഫർമേഷൻ എഴുതുമ്പോൾ നമ്മളത് ഫീൽ ചെയ്തുകൊണ്ട് എഴുതണം. അതായത് ഒരു വാഹനത്തിൽ നമ്മൾ കയറിയിരിക്കുന്നതും ആ പുതിയ ഒരു വണ്ടീൻ്റെ സ്മെല്ല് അത് ഫീൽ ചെയ്യണം. അതിൻ്റെ AC-ൻ്റെ തണുപ്പ് നമ്മൾ ഫീൽ ചെയ്യണം. നമ്മളത് ഓടിച്ച് പാട്ടൊക്കെ വെച്ചിട്ട് പോകുന്ന ആ ഒരു പിക്ചർ നമ്മൾ അത് ഫീൽ ചെയ്യണം. അതായത് നമ്മളൊരു കാര്യം എഴുതുമ്പോൾ നമ്മളത് ഫീൽ ചെയ്ത് എഴുതിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് കണ്ടിന്യൂസ് പ്രാക്ടീസാണ് എല്ലാം നേടിയെടുക്കാനുള്ള ഒരു ടെക്നിക്ക്, ഇമ്പോർട്ടൻ്റ് ടെക്നിക്കാണ്. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. മിനിമം നമ്മളൊരു 21 ഡേയ്സ് എങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുക. നമ്മളൊരു അഫർമേഷൻ ഇന്ന് എഴുതി നാളെ എഴുതിയിട്ടില്ല, അത് മറ്റന്നാൾ എഴുതി, അങ്ങനെ ഒരു ഡിസ്കണ്ടിന്യൂഷൻ ഒരിക്കലും പാടില്ല. നമ്മൾ അഫർമേഷൻ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് എഴുതുകയാണെങ്കിൽ പിറ്റേ ദിവസം ആ 7 മണിക്ക് തന്നെ നമ്മൾ എഴുതാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മളെ എന്താ പറയുക, ഒരു പങ്ക്ച്വാലിറ്റി തന്നെ നമ്മളെ മനസ്സിൽ വരുള്ളൂ. അതായത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുള്ളൂ. പിന്നെ നമ്മളൊരു കാര്യം എഴുതാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ച് ഡൗട്ട് അടിക്കരുത്. ഫോർ എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു അഫർമേഷൻ എഴുതി. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ കരുതുക, ഇനിയിപ്പോൾ എനിക്കത് വാങ്ങാൻ കഴിയുമോ, ഞാനത് വാങ്ങിക്കാൻ ക്യാഷ് ഉണ്ടാവുമോ, ആ ഒരു ബ്ലൂ കളറാണെങ്കിൽ ഒരു ബ്ലൂ കളർ കാർ എനിക്ക് കിട്ടുമോ, അത് ഓടിച്ച് എനിക്ക് പോകാൻ കഴിയും, ഇങ്ങനെ ഡൗട്ട് അടിച്ച് ഒരിക്കലും നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങരുത്. അഫർമേഷൻ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അത് വാങ്ങിച്ച് ആ ഫീൽ ചെയ്തതായിട്ട് നമ്മൾ എഴുതണം. ഒരിക്കലും നമ്മളത് വാങ്ങാൻ കഴിയും, ഒരിക്കലും നമ്മളൊരു അഫർമേഷനെ കുറിച്ചും നമ്മളൊരു മാനിഫെസ്റ്റേഷൻ്റെ ചെയ്തെടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ഡൗട്ട് പാടില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വെച്ചാൽ, നമ്മളൊരാളോട് ദേഷ്യം തോന്നി, എന്താ പറയുക, നമ്മൾ നിരാശ തോന്നി, ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യും. നമ്മൾ എപ്പോഴും എന്തൊക്കെ ടെൻഷനും എന്തൊക്കെ പ്രോബ്ലംസും ലൈഫിലുണ്ടെങ്കിലും നമ്മൾ 24 അവേഴ്സ് ഹാപ്പി ആയിട്ടേ ഇരിക്കുക. എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അതായത് നമ്മൾ എല്ലാം നേടിയെടുക്കും. നമ്മളിപ്പോൾ ഒരുപാട് കടങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും നമ്മൾ ചിന്തിക്കുക, ഞാൻ ആ കടങ്ങളൊക്കെ വീട്ടും, ഞാനത് വീട്ടിൽ കഴിഞ്ഞു, അത് ഞാനത് ഇന്ന രീതിയിൽ വീട്ടും, ഇന്ന രീതിയിൽ എനിക്ക് സാലറി ഹൈക്ക് കിട്ടി, എന്നിട്ട് ഞാനത് വീട്ടും എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുക. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ബിസിനസ് അത്ര ഹൈപ്പിൽ പോണ ബിസിനസ്സായിട്ട് നമ്മൾ കരുതുക. അതായത് ബിസിനസ്സിൽ നിന്ന് നമുക്ക് നല്ല ഏണിങ്സ് കിട്ടുന്നതും പെർ മന്ത് ഒരു 11 ലാക്ക് നമുക്ക് ഇൻകം വന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, ഒരാളോട് ദേഷ്യം തോന്നി ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ അത് നടക്കുമോ നടക്കൂലേ എന്നുള്ളൊരു ഡൗട്ട് അടിക്കാണ്ടിരിക്കുക. 24 അവേഴ്സ് നമ്മൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത്, 24 അവേഴ്സ് നിങ്ങൾ ഹാപ്പി ആയിട്ടേ ഇരിക്കുക. ഹാപ്പിനെസ്സാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ജേർണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ നമ്മളൊരു കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒരാളോട് നീരസം തോന്നാണ്ടിരിക്കുക. എന്നപ്പോൾ മറ്റൊരാൾ അങ്ങനെ ചെയ്തല്ലോ, ഒരാളിപ്പോൾ നമ്മളടുത്ത് ആര് എന്ത് ചെയ്താലും നമ്മളെന്താ കർമ്മയിൽ നമ്മൾ വിശ്വസിക്കുക. കർമ്മ എന്തായാലും ആര് ചെയ്താലും കർമ്മ
ബൂമറാങ് പോലെയാണ്. അത് തിരിച്ചടിച്ചു കൊണ്ടേയിരിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ല കാര്യങ്ങളായി ഭവിക്കുകയും ചെയ്യും. നമ്മളൊരാൾക്ക് ദോഷം ചെയ്യുമ്പോൾ ആ ദോഷം ചെയ്ത ആരാണോ ചെയ്യുന്ന ആൾ അത് അവർക്ക് തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഒരാളോട് നീരസം തോന്നാണ്ടിരിക്കുക, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. എന്തൊക്കെ നമ്മളോട് ചെയ്താലും ഒരിക്കലും നമ്മൾ അവരോടൊന്നും മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. നമ്മൾ എല്ലാത്തിലും വിജയിച്ച ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുക. ഈ പിന്നെ ഏറ്റവും ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും നമ്മളതിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമുക്കെന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മളെ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമിന് പഠിക്കുകയാണെങ്കിൽ പോലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാലേ നമ്മൾ ആ ഒരു വിജയത്തിലേക്ക് എത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു മാനിഫെസ്റ്റേഷൻ. നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളതിന് പ്രവർത്തിക്കുക കൂടെ ചെയ്യണം. അതായത് നമ്മൾക്ക് എന്തായാലും യൂണിവേഴ്സ് നമ്മളെടുത്ത് ആ ഒരു ആഗ്രഹം നമ്മളെടുത്ത് എത്തിക്കും. യൂണിവേഴ്സ് നമ്മളെ കൂടെ തന്നെ ഉണ്ട്, അത് ഉറപ്പാണ്. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് നമ്മളിലേക്ക് എത്തിത്തരാൻ അത് യൂണിവേഴ്സ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരിക്കലും നമ്മൾ തളർത്താൻ പാടില്ല. ഒരിക്കലും നമ്മളുടെ ഒരു ആഗ്രഹം എന്താ പറയുക, നടക്കൂലേ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമേ നമ്മൾ ചിന്തിക്കരുത്. നമ്മളെപ്പോഴും പറയേണ്ടത് എന്താ, എനിക്കത് ഞാനത് നടത്തി. ഞാനൊരു കാറ് വാങ്ങാൻ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളത് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്ത് കാര്യമാണെങ്കിലും നമ്മളത് ഫീൽ ചെയ്യുക. പിന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. എന്തൊക്കെ തന്നെ ആയാലും നമുക്ക് രാവിലെ ഇനിയിപ്പോൾ ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങൾ, നമുക്ക് നമ്മളെ ജീവിതത്തിൽ കിട്ടിയ ബ്ലെസ്സിങ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു ഡേയിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾക്ക് കിട്ടിയ ഹെൽപ്പ്, അങ്ങനെ ഓരോരോ ഫുഡ്, വാട്ടർ, നമ്മൾ ട്രാവൽ ചെയ്യാൻ കിട്ടിയ വാഹനം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് നമ്മൾ എന്താ പറയുക, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നന്ദി പറയുമ്പോൾ കൂടുതൽ നന്ദി പറയാനുള്ള കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ അതിന് ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കിടക്കുന്നതിന് മുന്നേ നമ്മളത് ഗ്രാറ്റിറ്റ്യൂഡ് പറയൽ അത് ഒരു ശീലമാക്കിക്കൊണ്ടേയിരിക്കുക. മോർണിംഗിലും അതുപോലെ എണീക്കുമ്പോൾ നമ്മൾ ആ ഒരു ദിവസത്തിന് നന്ദി പറയുക, ആ ഒരു ദിവസം തന്ന യൂണിവേഴ്സിന് നന്ദി പറയുക. ഈ ഒരു 2 കാര്യങ്ങളും നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ അഫർമേഷൻ നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ലവ് യു.